ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ശ്യാമ അഖിലിനോടാണെങ്കിൽ കമ്പനിയിൽ ജോയിൻ ചെയ്യാമായിരുന്നു, നമ്മുടെ കമ്പനിയല്ലേ, നഷ്ടത്തിൽ പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അഖിൽ അപ്പോൾ പറയുന്നുണ്ട്, ആ കാര്യത്തെക്കുറിച്ചല്ല ഞാൻ ചിന്തിക്കുന്നത്, വേറൊരു കാര്യത്തെക്കുറിച്ചാണ്. തന്റെ കാര്യത്തിലാണ് എനിക്ക് തീരുമാനമെടുക്കേണ്ടത്. ഫംഗ്ഷന്റെ ടൈമിൽ അമ്മയോട് ഞാൻ പറഞ്ഞതാണ് തന്നെ വലിയ പാട്ടുകാരിയാക്കി കാണിക്കുമെന്ന്. പക്ഷെ എന്നെ കൊണ്ട് അത് ഇതുവരെ സാധിച്ചില്ല എന്നൊക്കെ പറയുന്നു. അത് മാത്രമല്ല, ഈ ചെറിയ ബിസിനസ് ചെയ്താൽ പോരാ, നമുക്ക് വലിയ ബിസിനസ് ചെയ്യണം. അമ്മയുടെയും ഐശ്വര്യേട്ടത്തിയുടെയും മുന്നിൽ ഇങ്ങനെ അപമാനിക്കപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും ഇനിയും നമുക്കില്ല. നല്ല ബിസിനസ് തുടങ്ങണമെന്നൊക്കെ പറയുന്നു. പിന്നീട് GK സാർ ശ്യാമയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ശ്യാമയോട് GK സാർ പറയുന്നുണ്ട്, ഇന്ന് വിസ്മയം വാങ്ങാൻ പോകുന്ന അവാർഡ് ശ്യാമയ്ക്ക് കിട്ടേണ്ടിയിരുന്നതാണെന്നൊക്കെ. അഖിലാണെങ്കിൽ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നു, അമ്മയുടെയും മകളുടെയും ചതിയെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. എന്തായാലും അർഹിക്കപ്പെടാത്ത ആൾക്കാണ് അവാർഡ് കിട്ടാൻ പോകുന്നത്, ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. GK സാർ പറയുന്നുണ്ട്, ഈ കാര്യം പറയാൻ വേണ്ടിയല്ല വന്നത്, വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. മലയാളത്തിൽ ഒരു മലയാളത്തിൽ ഒരു റിയാലിറ്റി ഷോ തുടങ്ങാൻ പോകുന്നുണ്ട്. അതിന് ശ്യാമ പങ്കെടുക്കണമെന്ന് പറയുന്നു. ശ്യാമയ്ക്കും അഖിലിനും അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട്. ശ്യാമ പറയുന്നു, ഉറപ്പായിട്ടും പങ്കെടുക്കും സാർ, എനിക്ക് വേണ്ടി ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു. GK സാർ പോയതിനു ശേഷം വിസ്മയ ശ്യാമയെ ഫോൺ ചെയ്യുന്നു. അഖിലാണെങ്കിൽ സ്പീക്കറിലിടാൻ പറയുന്നുണ്ട്. വിസ്മയ പറയുന്നുണ്ട്, ഇന്ന് ഞാൻ അവാർഡ് വാങ്ങാൻ പോവുകയാണ്. നീയും നിന്റെ പച്ചക്കറി കടക്കാരനുമാണെങ്കിൽ ഇന്ന് എന്റെ അവാർഡ് വാങ്ങുന്ന ചടങ്ങിൽ വരണം. നിങ്ങളുടെ മുന്നിൽ വെച്ച് ആ അവാർഡ് വാങ്ങുന്നത് കാണാനാണ് എനിക്ക് ആഗ്രഹം എന്നൊക്കെ പറയുന്നു. അഖിലപ്പോൾ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഞാൻ ഉറപ്പായിട്ടും വന്നിരിക്കുമെന്നൊക്കെ. ഫോൺ വെച്ചതിന് ശേഷം ശ്യാമ അഖിലിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് പോകാമെന്ന് പറഞ്ഞതെന്നൊക്കെ. അഖിലപ്പോൾ പറയുന്നുണ്ട്, അപ്പോൾ അറിയാതെ പറഞ്ഞതാണ്, എന്നെ കൊണ്ട് ആരോ പറയിപ്പിക്കുന്നത് പോലെയൊക്കെ തോന്നി, എന്തായാലും നമുക്ക് പോകാമെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അവാർഡ് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് വിസ്മയ വരുന്നു. വിസ്മയ്ക്ക് പൂച്ചെണ്ട് കൊടുത്ത് അവിടുത്തെ ആൾക്കാർ സ്വീകരിക്കുന്നു. വിസ്മയ നടന്നു പോകുമ്പോൾ അവിടെയാണെങ്കിൽ ശ്യാമയും അഖിലിനെയും കാണുന്നുണ്ട്. രണ്ടുപേരെയും വിസ്മയ കളിയാക്കി സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ഇത്ര പെട്ടെന്ന് വരുമെന്ന് കരുതിയില്ല, എന്തായാലും പാട്ട് പാടാത്ത എനിക്ക് അവാർഡ് കിട്ടുന്നത് നിങ്ങൾ കണ്ടോളൂ എന്നൊക്കെ പറയുന്നു. ശ്യാമയ്ക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ കഴിച്ചതിന് ശേഷം ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്നു. വിസ്മയ അത്രയൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. അതിനുശേഷം ശ്യാമയാണെങ്കിൽ അഖിലിനോട് പറയുന്നുണ്ട്, നമ്മൾ വരേണ്ടിയിരുന്നില്ല, ഇതൊക്കെ കേൾക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ. ആ സമയത്ത് അഖിൽ അടുത്ത് തന്നെ മയിൽപീലി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ണനെ കാണുന്നു. കണ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. കണ്ണനെ കാണുമ്പോൾ അഖിലിന് ഒരുപാട് സന്തോഷമാകുന്നു. അഖിൽ അപ്പോൾ പറയുന്നുണ്ട്, നമ്മൾ ഇവിടെ വന്നതിന് എന്തോ ഒരു ഉദ്ദേശമുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ശ്യാമയോട് അങ്ങോട്ട് നോക്കാൻ പറയുന്നുണ്ട്, അവിടെ കണ്ണനുണ്ടെന്ന്. പക്ഷെ ശ്യാമ നോക്കുമ്പോഴേക്കും കണ്ണനെ അവിടെ കാണുന്നില്ല. അഖിൽ അപ്പോൾ പറയുന്നുണ്ട്, നമ്മൾ ഇവിടെ വന്നതിന് എന്തോ ഒരു ഉദ്ദേശമുണ്ട്, എന്തായാലും താൻ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമയെ കൂട്ടിയിട്ട് അഖിൽ പോകുന്നു. അവാർഡ് ഫംഗ്ഷന് പങ്കെടുക്കാൻ വേണ്ടി വസുന്ധരാമയും അവിടേക്ക് വരുന്നുണ്ട്. വസുന്ധരാമയും സ്റ്റേജിൽ വന്നിരിക്കുന്നു. അതിനുശേഷം അവാർഡ് ഫംഗ്ഷൻ തുടങ്ങുന്നു. വസുന്ധരാമയാണ് വിസ്മയക്ക് അവാർഡ് കൊടുക്കേണ്ടതെന്ന് പറയുന്നു. അതിനുശേഷം വസുന്ധരാമയെ അവാർഡ് കൊടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. പെട്ടെന്ന് തന്നെ കണ്ണന്റെ അശരീരി മുഴങ്ങി കേൾക്കുകയാണ്. അവാർഡ് വാങ്ങുന്നതിന് മുമ്പ് വിസ്മയുടെ പാട്ട് കേൾക്കണമെന്ന് പറയുന്നു. കണ്ണന്റെ അശരീരി കേൾക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരും പറയുന്നുണ്ട്, വിസ്മയുടെ പാട്ട് കേൾക്കണമെന്നൊക്കെ. വസുന്ധരാമയും പറയുന്നുണ്ട് വിസ്മയോട് പാട്ട് പാടാനെന്ന്. വിസ്മയാണെങ്കിൽ പെട്ട അവസ്ഥയിലാകുന്നു. വിസ്മയ അപ്പോൾ പറയുന്നുണ്ട്, എന്റെ മമ്മി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പാടാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. എന്റെ സൗണ്ട് പോയെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് വസുന്ധരാമ പറയുന്നുണ്ട്, സൗണ്ടിന് ഒരു കുഴപ്പവുമില്ലല്ലോ എന്നൊക്കെ. വിസ്മയ ഉടനെ തന്നെ ബോധം കെടുന്നത് പോലെ അഭിനയിക്കുന്നു. വസുന്ധരാമയാണെങ്കിൽ വിസ്മയെ പിടിച്ചിരുത്തുന്നുണ്ട്. വസുന്ധരാമ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവളോട് പാടാൻ പറയുമ്പോഴെല്ലാം ഇവൾ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ. പെട്ടെന്ന് വീണ്ടും കണ്ണന്റെ അശരീരി മുഴങ്ങുന്നു. കണ്ണൻ പറയുന്നുണ്ട്, ശ്യാമയെ കൊണ്ട് അവാർഡ് പാട്ട് പാടിപ്പിക്കാനെന്ന്. ആ സമയത്ത് മൈക്കിൾ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആള് ചോദിക്കുന്നുണ്ട്, ആരാണ് ശ്യാമയെന്ന്. ശ്യാമയോട് മുന്നോട്ട് വരാനെന്ന് പറയുന്നു. ശ്യാമയാണെങ്കിൽ അഖില് നിർബന്ധിക്കുന്നുണ്ട് ചെല്ലാനെന്ന് പറഞ്ഞിട്ട്. എല്ലാവരും കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുമ്പോൾ ശ്യാമയാണെങ്കിൽ പാട്ട് പാടാനായിട്ട് സ്റ്റേജിലേക്ക് പോകുന്നു. അവിടെ കണ്ണനും വരുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്